എവരിവൺ അസ്സലാമു അലൈക്കും എവരിവൺ വെൽക്കം ടു നിഷാനാസ് ടേസ്റ്റി ഹട്ട്. അപ്പോൾ നമ്മൾ എഗ് പബ്സ് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല, പക്ഷെ അത് ഉണ്ടാക്കിയെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ അതേ ടേസ്റ്റുള്ള വേറൊരു വിഭവം ഉണ്ടാക്കിയാലോ. അപ്പോൾ അതാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതേ ടേസ്റ്റാണ്, എന്നാൽ എഗ് പബ്സ് ഉണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ടില്ല താനും. വീഡിയോയിലേക്ക് പോകുന്നതിന് പറയാൻ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇനി പുതിയ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു 3/4 ടീസ്പൂണോളം ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 3/4 ഗ്ലാസ്സോളം പാലും വെള്ളം കൂടിയിട്ടുള്ള മിശ്രിതമാണ്. ഇത്തിരി വാമായിട്ടുള്ളതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഒത്തിരി ചൂടുണ്ടാവരുത്, ഒരു പാകത്തെ ചൂടേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇനി ഇതേ 1 ടീസ്പൂണോളം പഞ്ചസാര കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ഒരു 1.5 ഗ്ലാസ് പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ വെള്ളം എടുക്കുമ്പോൾ അതിൻ്റെ ഇരട്ടിയായിട്ടാണ് പൊടി, അതായത് മൈദ എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ ഇരട്ടിയായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ചില പൊടികൾക്ക് വ്യത്യാസം ഉണ്ടാകുന്നതുകൊണ്ട് സാധ്യത ഉണ്ട് കേട്ടോ, ചില ചേഞ്ചസ് ഒക്കെ വരാനുള്ളത്. അപ്പോൾ നിങ്ങൾ കുഴച്ചെടുക്കുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവുമല്ലോ. അപ്പോൾ ആ രീതിയിൽ ചപ്പാത്തി മാവിൻ്റെ ആ ഒരു പരുവത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. ഇത് നോക്കൂ, നന്നായിട്ട് ഞാൻ കുഴച്ചെടുക്കുന്നുണ്ട്. ഇത്തിരി എണ്ണ കയ്യിലാക്കിയതിന് ശേഷം ഒന്ന് പൊടിയിലൊന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു അരമണിക്കൂറോളം ഒന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോൾ മാവൊന്ന് പാകമാകാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ ചെയ്യുന്നത്, ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കതൊന്ന് പാകമായി വരുമ്പോഴേക്കും മറ്റ് ചേരുവകളൊക്കെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. പാനൊന്ന് ചൂടായതിന് ശേഷം 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 3 സവാള ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അത് കഴിഞ്ഞതിന് ശേഷം പച്ചമുളകാണ്. പച്ചമുളക് വേണമെങ്കിൽ നമ്മൾ പേസ്റ്റ് ആക്കിയിട്ട് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക, അതല്ലെങ്കിൽ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പേസ്റ്റ് ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്, വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അതെല്ലാം കൂടെ കൂട്ടിയിട്ടൊന്ന് വഴറ്റുകയാണ്. ഇത്തിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്, കാരണം ഉപ്പിടുമ്പോൾ നമ്മൾ പെട്ടെന്ന് സവാളയൊക്കെ പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടും. ഇത് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മറ്റ് ചേരുവകളായിട്ടുള്ള മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, 1 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3/4 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് മഞ്ഞൾ, ഇത്തിരി ഗരം മസാല, ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലയാണ് ഇട്ട് കൊടുത്തത്. അതെല്ലാം കൂടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇത് ശരിക്കും നമ്മൾ ബേക്കറിയിലൊക്കെ കിട്ടുന്ന പപ്സില്ലേ, അപ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ടാവുന്ന ആ ഒരു ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ് ഇത്. ശരിക്കും അതേ സെയിം ടേസ്റ്റ് തന്നെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവസാനം ഇത്തിരി പെരുംജീരകത്തിൻ്റെ പൗഡർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കുരുമുളകിൻ്റെ ടേസ്റ്റ് വേണമെന്നുള്ളവർ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഗരം മസാല തന്നെ ഇത്തിരി കുരുമുളക് പൊടിയൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ അതേ ഉള്ളി മറ്റ് ചേരുവകളെല്ലാം പാകത്തെ വേവായി വന്നിട്ടുണ്ട്. ഇനി മല്ലിയില ഒന്ന് അവസാനം ഇട്ട് കൊടുക്കുകയാണ്. അതും കൂടെ കൂട്ടിയിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇപ്പോൾ ഈ ചേരുവകളൊക്കെ തയ്യാറായിട്ടോ. ഇനി നമുക്ക് നമ്മൾ ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നോക്കൂ, നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇനി ഞാനത് 2 ഉരുളകളാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഉരുള ഇത്തിരി കുറച്ച് വലുതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് ഇനി ഒന്ന് വേണമെങ്കിൽ കൈകൊണ്ട് ഇങ്ങനെ ആക്കിയതിന് ശേഷം ഒന്ന് സോഫ്റ്റാക്കി എടുക്കാൻ വേണം എന്നുണ്ടെങ്കിൽ ഇനി ഞാനതൊന്ന് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ പൊടിയിട്ട് തന്നെയാണ് പരത്തി കൊടുക്കേണ്ടത്. പരത്തി കൊടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു മൂടി വെച്ചിട്ട് അതിന് റൗണ്ട് ആക്കി എടുക്കുന്നത്. പൊതുവെ ഞാൻ പരത്തിൽ അത്ര നല്ല റൗണ്ടായിട്ട് വരില്ല കേട്ടോ. അപ്പം റൗണ്ടായിട്ട് വരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത് നല്ല റൗണ്ടായി കിട്ടാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ്. അപ്പം ഞാൻ മുട്ട ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്, അതായത് ഒരു എഗ്ഗ് 6 കഷ്ണങ്ങളാക്കിയിട്ട് ആണ് എടുക്കുന്നത്. ഇതുപോലെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മിശ്രിതം അതായത് അതിൻ്റെ മസാല ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഫില്ലാക്കിയതിന് ശേഷം
നമ്മൾ എഗ്ഗ് ഓൾറെഡി പീസാക്കി വെച്ചത് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ 2 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെയൊക്കെ തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 എഗ്ഗൊക്കെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇനി കഷ്ണം തന്നെ ഇതിനേക്കാളും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടോ അല്ലെങ്കിൽ റൗണ്ട് ആക്കിയിട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അതിന് മുകളിൽ മല്ലിയില വേണമെങ്കിൽ തൂക്കി കൊടുക്കാം. അതുപോലെ തന്നെ പച്ചമുളക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ ഇത്തിരി പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എരിവ് വേണമെന്നുള്ളവർക്ക് മാത്രം ചെയ്താൽ മതി. ഈ ബാക്കി വന്നിട്ടുള്ള ഫില്ലിങ് കൂടെ അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് ഞാൻ. അതിന് മുകളിലായിട്ട് ടേസ്റ്റിന് വേണ്ടി കുറച്ചും കൂടെ മല്ലിയില വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ റൊട്ടിക്ക് ചുറ്റും ഇത്തിരി വെള്ളം ഒന്ന് നനച്ച് കൊടുക്കുന്നുണ്ട്. വേറൊരു ബോളും കൂടെ ഉണ്ടല്ലോ, അപ്പോൾ അതുകൂടെ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാനാണ്. അപ്പോൾ അത് വെച്ച് കൊടുക്കുന്ന സമയത്ത് ഒന്ന് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഒത്തിരി വെള്ളം ഞാനിങ്ങനെ ഇവിടെ തൂക്കി കൊടുക്കുന്നത്. അപ്പോൾ അതേ മറ്റ് റൊട്ടിയും കൂടെ അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഒന്ന് പ്രസ്സാക്കി ഒട്ടിച്ച് കൊടുക്കണം. അതല്ലെങ്കിൽ നമ്മൾ വേവിക്കുന്ന സമയത്ത് ഇതിനുള്ള ഫില്ലിങ്സൊക്കെ പുറത്തേക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. നോക്കൂ, ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഇതും ഒരു പാകത്തെ ഭംഗിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഒന്ന് റൗണ്ടാക്കി എടുക്കുന്നുണ്ട്, കട്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം നല്ല റൗണ്ടായിട്ട് ഫില്ലിങ്ങൊക്കെ ഉള്ളിൽ വെച്ച് നല്ല കാണാൻ തന്നെ ഒരു ചന്തത്തിൽ വന്നിട്ടുണ്ട്. ഇനി ഞാൻ പാനിലേക്ക് ഇത്തിരി ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. ബട്ടറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിലോ എന്തെങ്കിലും ഒഴിച്ച് കൊടുത്താലും മതിയാവും. അതിന് മുകളിലായിട്ട് ഇത് വെച്ച് കൊടുക്കുകയാണ്. ഒന്ന് പതുക്കെ ചെറിയ തീയിലാണ് കേട്ടോ വേവിച്ചെടുക്കേണ്ടത്. നന്നായിട്ട് ടൈറ്റായിട്ട് മൂടി വെച്ചിട്ടാണ് വേവിച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുന്നത് ഞാനൊന്ന് മറച്ചിട്ടതിന് ശേഷം ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഒരു ഭാഗം നിൽക്കുന്നത്. അപ്പോൾ ഇനി വീണ്ടും ഞാൻ അതുപോലെ തന്നെ മൂടി വെച്ചിട്ട് പതുക്കെ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ബേക്ക് ചെയ്യുന്നത് പോലെ താഴെ ഏതെങ്കിലും ഒരു പാന് ചൂടിൽ വെച്ചിട്ട് അതിന് മുകളിലായിട്ട് ഈ പാൻ വെച്ചിട്ടൊക്കെ ചെയ്യാവുന്നതാണ് സമയം എന്നുണ്ടെങ്കിൽ. ഇപ്പോൾ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ തന്നെ ആണെങ്കിൽ തന്നെ നമ്മൾ സാധാരണ പഫ്സിൻ്റെ ഒക്കെ ഒരേ ടേസ്റ്റ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി ഓവനിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഓവനിലാകുമ്പോൾ കുറച്ചൊരു ബണ്ണ് പോലുള്ളൊരു ടേസ്റ്റാണ് വരിക. അപ്പോൾ കുറച്ചൊന്ന് പൊങ്ങി വരും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇതുപോലെ ബട്ടറൊക്കെ താഴെ ഇട്ടിട്ട് ഉണ്ടാക്കുമ്പോഴാണ് ശരിക്കും ആ ഒരു പഫ്സിൻ്റെ ടേസ്റ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാനതൊന്ന് മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ഇത് എങ്ങനെയാണുള്ളത്. ഞാനതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അത് വളരെ സോഫ്റ്റ് ആയിട്ട് നല്ല എന്താ പറയുക പഞ്ഞി പോലുള്ള അപ്പം എന്നൊക്കെ പറയാറില്ല നമ്മൾ. അപ്പോൾ അതുപോലെ പഞ്ഞി പോലുള്ള അപ്പമായിട്ടാണ് കിടക്കുന്നത്. നോക്കൂ എത്ര സോഫ്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഉൾഭാഗത്തായിട്ട് ഇതാ ഇങ്ങനെയാണുള്ളത്. എഗ്ഗും മറ്റ് ചേരുവകളൊക്കെ കൂടിയിട്ട് നല്ല മിക്സ് ആക്കിയിട്ട് നമ്മൾ ശരിക്കും പഫ്സിലൊക്കെ ഉണ്ടാവാറില്ല, അതുപോലെ തന്നെയാണുള്ളത്. വളരെ ടേസ്റ്റി ആയിരുന്നു, ബിലീവ് മീ. അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും അഭിപ്രായങ്ങൾ പറയണം. നിങ്ങൾ ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനി പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. വൺസ് അഗൈൻ ഇറ്റ്സ് മീ നിഷന. താങ്ക് യു സോ മച്ച്.